നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പുതുവർഷത്തിൽ ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമം പ്രഖ്യാപിച്ച് ദുബായ് RTA. തിരക്ക് കണക്കിലെടുത്ത് സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ നിർദ്ദേശം. സമയക്രമം സുഹൈൽ ആപ്പിൽ ലഭ്യമാക്കും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട. ആദരവോടെ യാത്രാമൊഴിയേകി രാജ്യം. അന്ത്യവിശ്രമം നിഗംബോധ് ഘട്ടിൽ. വിവിധ സേനാ വിഭാഗങ്ങൾ ബഹുമതി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരുടെ സാന്നിധ്യത്തിൽ. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPM-ലെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞു. 10 പേരെ വെറുതെ വിട്ടു. വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും നിയമപോരാട്ടം തുടരുമെന്ന് കുടുംബവും കോൺഗ്രസും. ശിക്ഷാവിധി അടുത്ത വെള്ളിയാഴ്ച. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിലെ ദുരൂഹത അന്വേഷിക്കാൻ പോലീസ്. മരണം സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന ക്രമക്കേട് വിവാദം നിലനിൽക്കെ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ബത്തേരി ഏരിയ കമ്മിറ്റി. ബാങ്ക് ക്രമക്കേടിനെ കുറിച്ച് NM വിജയൻ KPCCക്ക് നൽകിയ പരാതി പുറത്ത്. തൃശൂർ മേയറും K സുരേന്ദ്രനും കേക്ക് മുറിച്ചതിനെ വിമർശിച്ച VS സുനിൽകുമാറിനെ തള്ളി CPI. ആഘോഷവേളകളിലെ സന്ദർശനത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകന് ചേർന്ന പ്രതികരണമല്ല സുനിൽകുമാറിന്റേതെന്ന് K സുരേന്ദ്രൻ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് VS സുനിൽകുമാർ. കേരളത്തിലെ അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് സിനിമാ നിർമ്മാതാക്കൾ. ഈ വർഷം നിർമ്മിച്ച 199 സിനിമകളിൽ ലാഭം നേടിയത് 26 എണ്ണം മാത്രം. 1000 കോടി രൂപ നിർമ്മാണത്തിന് മുടക്കിയപ്പോൾ 700 കോടിയും നഷ്ടമായെന്ന് നിർമ്മാതാക്കൾ. പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമം ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു. ആഘോഷവേളകളിലെ തിരക്ക് കണക്കിലെടുത്ത് സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ പൊതുജനങ്ങളോട് RTA അഭ്യർത്ഥിച്ചു. പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളായ മെട്രോ, ട്രാം, ബസ്സുകൾ, ഫെറികൾ എന്നിവയുടെ പ്രവർത്തന സമയം നീട്ടിയിട്ടുണ്ടെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ദുബായ് മെട്രോയും ട്രാമും 43 മണിക്കൂർ തുടർച്ചയായി സർവീസ് നടത്തും. ദുബായ് മെട്രോ ഡിസംബർ 31 രാവിലെ 5 മണി മുതൽ ജനുവരി 1 അർദ്ധരാത്രി വരെ പ്രവർത്തിക്കും. ദുബായ് ട്രാം ഡിസംബർ 31 രാവിലെ 6 മണി മുതൽ ജനുവരി 2 പുലർച്ചെ 1 മണി വരെ പ്രവർത്തിക്കും. പുതുവർഷ ദിനമായ ജനുവരി 1 ബഹുനില പാർക്കിംഗ് ഒഴികെ മറ്റെല്ലാ പൊതു പാർക്കിംഗ് മേഖലകളിലും സൗജന്യ പാർക്കിംഗ് ആയിരിക്കുമെന്നും ദുബായ് RTA അറിയിച്ചു. RTAയുടെ പൊതുജന സേവന കേന്ദ്രങ്ങളായ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ ജനുവരി 1 പ്രവർത്തിക്കില്ല. പുതുവത്സര അവധിക്കാലത്തെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമം അറിയാനായി സുഹൈൽ ആപ്പ് പരിശോധിക്കണമെന്നും RTA നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിലെ തെരുവുകളിൽ ഐസ്ക്രീം വിൽപ്പന തടയുന്നതിനായി പുതുവർഷത്തിന്റെ തുടക്കം മുതൽ ഫീൽഡ് ക്യാമ്പയിനുകൾ. കുവൈറ്റ് മുനിസിപ്പാലിറ്റി, പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ആഭ്യന്തര മന്ത്രാലയം എന്നീ വിഭാഗങ്ങൾ സംയുക്തമായാണ് രാജ്യത്തുടനീളം പരിശോധന നടത്തുക. വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള അവസാന ദിവസം ഡിസംബർ 31 നിശ്ചയിച്ചതായി മന്ത്രിസഭയുടെ പൊതുസേവന സമിതി അറിയിച്ചു. പബ്ലിക് സർവീസ് കമ്മിറ്റി ഈ മാസം 22 ചേർന്ന യോഗത്തിൽ മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയും ഭവനകാര്യ സഹമന്ത്രിയുമായ അബ്ദുൾ ലത്തീഫ് അൽ മിഷാരിയുടെ കത്ത് അവലോകനം ചെയ്തു. ഹജ്ജ്, ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാൻ എത്തുന്ന തീർത്ഥാടകർക്ക് കൂടി സൗകര്യപ്രദമായി മക്കയിൽ 13,000-ഓളം സ്ക്വയർ ഫീറ്റിൽ ലുലു സ്റ്റോർ തുറന്നു. മക്കയിലെ ആദ്യ ലുലു സ്റ്റോറും ആഗോളതലത്തിൽ 250ാമത്തെ സ്റ്റോറുമാണ് മക്കയിൽ ലുലു സ്റ്റോർ. മക്കയിലെ ജബൽ ഒമറിൽ മസ്ജിദ് അൽ ഹറമിന് സമീപമാണ് പുതിയ ലുലു സ്റ്റോർ. മക്കയിലെ പ്രദേശവാസികൾക്കും തീർത്ഥാടകർക്കും ഉന്നത ഗുണനിലവാരമുള്ള ലോകോത്തര ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കുന്നതാണ് പുതിയ ലുലു സ്റ്റോർ. 24 മണിക്കൂറും ലുലു തുറന്ന് പ്രവർത്തിക്കും. ജബൽ ഒമർ ഡെവലപ്മെന്റ് കമ്പനി
ലീസിംഗ് മാനേജർ സഹോർ അബ്ദുൽ മജീദ് ഖാൻ മക്കയിലെ ലുലു സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജബൽ ഒമർ ഡെവലപ്മെന്റ് കമ്പനി ചീഫ് അസിസ്റ്റന്റ് മാനേജ്മെന്റ് ഓഫീസർ സമീർ സാബ്ര, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ, ലുലു സൗദി ഡയറക്ടർ ഷഹീൻ മുഹമ്മദ്, ലുലു സൗദി വെസ്റ്റേൺ പ്രോവിൻസ് റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി 3 വർഷത്തിനകം 100 സ്റ്റോറുകളെന്ന വികസന പദ്ധതിയിലാണ് ലുലു റീറ്റെയിൽ എന്നും സൗദി അറേബ്യയിൽ കൂടുതൽ മേഖലയിലേക്ക് റീറ്റെയിൽ സേവനം വ്യാപിപ്പിക്കുകയാണ് ലുലു ലക്ഷ്യം വെക്കുന്നതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. സുൽഫിഖുറദായി, അമൃത ന്യൂസ്, ജിദ്ദ. സൗദിയിൽ നോൺ പ്രോഫിറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ വരുമാനം 54.4 ശതകോടി റിയാലായി ഉയർന്നു. 2023 കണക്ക് സൗദി സ്റ്റാറ്റിക്സ് ജനറൽ അതോറിറ്റിയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത്. 2022 അപേക്ഷിച്ച് 33% വർധനയാണുള്ളത്. ആരോഗ്യ പ്രവർത്തനങ്ങളിലാണ് വർധനാ നിരക്കിൽ ഏറ്റവും ഉയർന്നത്. ഇത് മൊത്തം വരുമാനത്തിന്റെ 70% വരും. രണ്ടാം സ്ഥാനത്ത് 53% വർധനയോടെ വിദ്യാഭ്യാസ ഗവേഷണ പ്രവർത്തനങ്ങളാണ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നിഗംബോധ് ഘട്ടിൽ നടന്നു. സിഖ് ആചാരപ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഡൽഹി മോത്തിലാൽ നെഹ്റു മാർഗിലെ വസതിയിലുള്ള മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. തുടർന്ന് വിലാപയാത്രയായാണ് മൃതദേഹം നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോയത്. മൻമോഹൻ സിംഗ് അമർ രഹേ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ മുൻ പ്രധാനമന്ത്രിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖരും പാർട്ടി പ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മറ്റു കേന്ദ്ര നേതാക്കൾ, MP-മാർ, കേരളത്തിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഡൽഹിയിലെ യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ നടന്നത്. പന്ത്രണ്ട് 55 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തോടനുബന്ധിച്ച് രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ദീപ്തമായ ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതവും സൗമ്യമായ പെരുമാറ്റവും ജനഹൃദയങ്ങളാണ് കീഴടക്കിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA അടക്കം 14 പ്രതികൾ കുറ്റക്കാരെന്ന് CBI കോടതി. 10 പേരെ വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1-ാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത്. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു. പീതാംബരൻ 2-ാം പ്രതിയും പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K അനിൽകുമാർ, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി A അശ്വൻ, 8-ാം പ്രതി സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ കേസിൽ 20-ാം പ്രതിയാണ്. 2-ാം പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി എന്നതാണ് ഇയാൾക്കെതിരായ കുറ്റം. കുഞ്ഞിരാമൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. CBI പട്ടികയിൽ ഉൾപ്പെടുത്തിയ 10 പ്രതികളിൽ 4 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 14-ാം പ്രതി K മണികണ്ഠനെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടെങ്കിലും CBIയുടെ അന്വേഷണത്തിലാണ് കോടതി കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കിയത്. അതേസമയം 15 മുതൽ 19 വരെയുള്ളവർക്കെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റം പൊളിഞ്ഞെന്നും CBI കെട്ടിപ്പൊക്കിയ കഥ വിശ്വസനീയമല്ലെന്ന് കോടതി പറഞ്ഞെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. 16, 17, 18, 19 എല്ലാ പ്രതികളെയും ഗൂഢാലോചന 120B നിന്ന് കുറ്റവിമുക്തരാക്കി അവരെ വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ CBI കെട്ടിപ്പൊക്കിയ കഥ, ഗൂഢാലോചന സംബന്ധിച്ചൊക്കെ CBI കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കഥ വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിധി കൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടത്. 58 കൊല്ലം അഭിഭാഷകനായി ഈ പ്രൊഫഷനകത്തിരിക്കുന്ന എൻ്റെ സത്യസന്ധതയും എൻ്റെ എത്തിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമെല്ലാം ജനത്തിനറിയാം. പ്രതികൾ കുടുംബ പ്രാരാബ്ധങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു. 15-ാം പ്രതി വിഷ്ണു സുര കോടതിയിൽ വികാരാധീനനായി. ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും വധശിക്ഷ വേണമെന്നും പ്രതി കോടതി അറിയിച്ചു. K മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ,
രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാം. പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി 3 വിധിക്കും. അമൃത ന്യൂസ്, കൊച്ചി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ മുൻ MLA KV കുഞ്ഞിരാമനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠനും കുറ്റക്കാരെന്ന് CBI കോടതി കണ്ടെത്തിയതിൽ CPM-ന് ഏറ്റത് വലിയ തിരിച്ചടി. ഇരട്ടക്കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുമ്പോഴും CPM വാദം പൊളിയുകയാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഉദുമ MLA-യുമായ KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ എന്നിവർ പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് CPM സംസ്ഥാന നേതൃത്വത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ഇരട്ടക്കൊലപാതകം നാടിനെ ഞെട്ടിച്ചപ്പോൾ പാർട്ടിക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് CPM സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതാക്കളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ പാർട്ടിക്ക് പങ്കില്ലെന്ന വാദമുഖം പൊളിഞ്ഞെന്നും പ്രതികളെ രക്ഷിക്കാൻ വക്കീലിനെ വെച്ച് കോടികൾ ചെലവഴിച്ച സംസ്ഥാന സർക്കാർ പൊതുജനമധ്യത്തിൽ അപഹാസ്യരായെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഈ കാര്യത്തോടുകൂടി കേരള ഗവൺമെൻറ് പൊതുജനമധ്യത്തിൽ അപഹാസ്യരായിരിക്കുകയാണ്. ഇത്ര കോടികൾ ചെലവാക്കിയ ഒരു കേസ് എന്തിനാണ് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തിയെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടിയും ഗവൺമെൻറ്റും എന്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്? അപ്പോൾ പാർട്ടിയുടെ മുഴുവൻ വാദങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഈ കൊല നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നും ഗൂഢാലോചന നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നും അത് ആസൂത്രിതമാണെന്നും കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ഞങ്ങളല്ലെന്ന് പറഞ്ഞ് ഇനി കൂടുതൽ അപഹാസ്യരാകാതെ എന്തിനു വേണ്ടിയാണ് ഈ അരും കൊല നടത്തിയത് എന്നുള്ളത് ജനങ്ങളോട് പറയാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കാനിരിക്കെ ജില്ലയിലെ പ്രമുഖ നേതാക്കളെ CBI കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. CPM നേതൃത്വം പ്രവർത്തകർക്ക് എന്ത് വിശദീകരണം നൽകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കേസിൽ കുറ്റവിമുക്തരായവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആലോചന. അമൃത ന്യൂസ്, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് CBI കോടതി കണ്ടെത്തുമ്പോൾ കല്യോട്ടെ സ്മൃതിമണ്ഡപം സാക്ഷ്യം വഹിച്ചത് അമ്മ മനസ്സുകളുടെ തീരാവേദനകൾക്ക്. സ്മൃതിമണ്ഡപത്തിലെത്തിയ ലതയും ബാലാമണിയും മക്കളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയ വാർത്ത കേട്ട ശേഷം പ്രവർത്തകർക്കൊപ്പം കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിലെത്തിയ ശരത് ലാലിന്റെ അമ്മ ലതയും കൃപേഷിന്റെ മാതാവ് ബാലാമണിയും തളർന്നു വീഴുന്ന കാഴ്ചക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സാക്ഷ്യം വഹിച്ചത്. ശരത് ലാലിനും കൃപേഷിനും അഭിവാദ്യം അർപ്പിച്ചുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുമ്പോൾ ബാലാമണിയും ലതയും മക്കളെ ഓർത്ത് കരഞ്ഞു തളർന്നപ്പോൾ രംഗം വൈകാരികമായി. രാഷ്ട്രീയ കൊലപാതകം കേരളത്തിലെ നിരവധി അമ്മമാർക്ക് സമ്മാനിച്ച തീരാവേദനകളുടെ മറ്റൊരു നേർസാക്ഷ്യമാണ് കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ കണ്ടത്. പ്രതിപട്ടികയിലുണ്ടായ 10 പേരെ കോടതി വെറുതെ വിട്ടതിൽ തൃപ്തിയില്ലെന്ന് ശരത് ലാലിന്റെ അമ്മ പറഞ്ഞു. വിധിയിൽ തൃപ്തികരമല്ല. 10ഓളം പ്രതികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരെ കൂടെ ശിക്ഷിക്കപ്പെടുന്ന എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്നാണ് എഴുതിയത്. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ഇരട്ടക്കൊലക്കേസിൽ CBI കോടതിയിൽ നിന്ന് ഇന്ന് അന്തിമ നടപടികൾ ഉണ്ടാകുമെന്നറിഞ്ഞ് നൂറുകണക്കിന് പ്രവർത്തകരാണ് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും വീടുകളിൽ എത്തിയിരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവിമുക്തരായവർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം CPM ആസൂത്രണം ചെയ്ത് ഒരു കൊലപാതകവും കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. CPM-ന് പങ്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പങ്കെന്ന് രാമകൃഷ്ണൻ പറയട്ടെ എന്നും അക്കാര്യം രാമകൃഷ്ണൻ CBIക്ക് മുന്നിലും പറയണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും ആവശ്യപ്പെട്ടു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന CBI കോടതി വിധി ആശ്വാസം പകരുന്നതും നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. 14 പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള CBI കോടതിയുടെ വിധി ആശ്വാസം പകരുന്നതും നീതിന്യായ വ്യവസ്ഥയിൽ ആളുകൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമാണ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. CPM ആസൂത്രണം ചെയ്ത് ഒരു കൊലപാതകവും കേരളത്തിൽ നടത്തിയിട്ടില്ലെന്നും LDF കൺവീനർ വ്യക്തമാക്കി. ഇതിൽ ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാനേ സാധിക്കുള്ളൂ. എന്നാൽ CPM-ന് പങ്കില്ല എങ്കിൽ പിന്നെ ആർക്കാണ് പങ്കെന്ന് രാമകൃഷ്ണൻ പറയട്ടെ എന്ന് K സുധാകരൻ ചോദിച്ചു.
CPM-ന് പങ്കില്ലെങ്കിൽ പിന്നെ ആരാ പങ്കുന്നത്? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം CBI-യോട് പോയി പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം കോടതിയോട് പറയട്ടെ. കേസിൽ തുടർ നടപടി കുടുംബവുമായി ആലോചിച്ച് പാർട്ടി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിയമപരമായ മറ്റു നടപടികൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറ്റവിമുക്തരായവർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരളത്തിലെ അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് സിനിമാ നിർമ്മാതാക്കൾ. ഈ വർഷം നിർമ്മിച്ച 199 സിനിമകളിൽ 26 മാത്രമാണ് ലാഭം നേടിയത്. സിനിമാ നിർമ്മാണം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും സംഘടന വ്യക്തമാക്കി. 2024 1000 കോടി രൂപ സിനിമാ നിർമ്മാണത്തിനായി കേരളത്തിൽ മുടക്കിയപ്പോൾ തിരിച്ചു ലഭിച്ചത് 300 കോടി രൂപ മാത്രമാണ്. ബാക്കി 700 കോടി രൂപ നഷ്ടമായെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. തിയേറ്ററിലെത്തിയ 199 സിനിമകളിൽ ലാഭം നേടിയത് ദേവദൂതനടക്കം 26 മാത്രമാണ്. ഇതോടെയാണ് അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകണമെന്ന് ആവർത്തിച്ച് നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയത്. പ്രതിഫലം കുറയ്ക്കുന്നതിന് പകരം കൂട്ടുകയാണ് അഭിനേതാക്കൾ ചെയ്യുന്നതെന്നും സംഘടന വിമർശിച്ചു. ഇത്രയും രൂപ നഷ്ടത്തിൽ സിനിമാ നിർമ്മാണ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. സുനാമി ദുരന്തവേളയിൽ രക്ഷാമാർഗങ്ങളുടെ അഭാവമായിരുന്നു മരണനിരക്ക് കൂടാൻ മറ്റൊരു കാരണം. കുതിച്ചുയർന്നെത്തിയ കൂറ്റൻ തിരമാലകൾക്ക് തടയിടാൻ മാർഗങ്ങൾ ഇല്ലാതായതും സർവനാശത്തിന് കാരണമായി. ഇനിയൊരു ദുരന്തമുണ്ടായാൽ ഈ വെല്ലുവിളികൾ പ്രതിബന്ധമാകാതിരിക്കാനും വഴിയൊരുക്കി അമ്മ. അമൃത സേതുവിന്റെ കഥ അങ്ങനെയാണ്. അറബിക്കടലിനും TS കനാലിനുമിടയിലുള്ള ആലപ്പാടിന് ഒരു ദുരന്തമുണ്ടായാൽ രക്ഷപ്പെടുക അതിദുഷ്കരമായിരുന്നു. ദുരന്തവേളയിൽ അടിയന്തര സഹായങ്ങൾ ഇവിടേക്ക് എത്തിക്കുക എന്നതും പ്രയാസകരമായി. സുനാമിയിലും രക്ഷാപ്രവർത്തനത്തിന് ഇതുതന്നെയായിരുന്നു പ്രതിസന്ധി. ഇത് മുൻകൂട്ടി കണ്ട അമ്മ പലതവണ ഇവിടെ ഒരു പാലം വേണമെന്ന ആവശ്യം സർക്കാരുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ സാങ്കേതികതയിലൂന്നി അനുമതി നീണ്ടു. സുനാമിക്ക് ശേഷമാണ് പാലത്തിന്റെ അനിവാര്യത അധികാരികൾക്കും ബോധ്യമായത്. ഇതോടെ മാതാ അമൃതാനന്ദമയി മഠം മുന്നോട്ട് വെച്ച ആവശ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അധികാരികൾ നടപ്പാലമെന്ന ആവശ്യം അംഗീകരിച്ചു. സുനാമിയുടെ 2ാം വാർഷികത്തിന് തന്നെ അമൃതസേതു എന്ന നാടിന്റെ രക്ഷാപാലം അമ്മ യാഥാർത്ഥ്യമാക്കി. 6 കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച അമൃതസേതു 2006 ഡിസംബർ 20 അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം നാടിന് സമർപ്പിച്ചു. വളരെ റെസിലിയൻ്റ് ആയിട്ട് ഒരു വർഷം കൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രിഡ്ജ് ചെയ്തെടുക്കാൻ പറ്റി. കാരണം നമുക്ക് വർഷങ്ങളോളം കാത്തിരുന്നാൽ അതിൻ്റെ ഇടയ്ക്കൊരു സുനാമി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും. ഇത് വളരെ പെട്ടെന്ന് തന്നെ അമ്മ അതിനുള്ള പ്ലാൻ എടുത്ത് അതിനുള്ള എൻജിനീയേഴ്സുമായിട്ട് രാവും പകലും ഇരുന്ന് അതിനെന്തെല്ലാം വേണം, എങ്ങനെ പ്രായമുള്ളവർക്ക് പോകണമെങ്കിൽ എങ്ങനെ വേണം, അല്ലാത്തവർക്ക് എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ നോക്കി ഒരു വർഷം കൊണ്ടാണ് അമ്മ വളരെ പെട്ടെന്ന് തന്നെ ഈ സുനാമിയുടെ ഈ ഒരു പാലം നിർമ്മിച്ച. കടൽഭിത്തിയും പുലിമുട്ടുകളും കടന്നെത്തുന്ന ശക്തൻ തിരമാലകളെ തടയാൻ പ്രകൃതിയുടെ തന്നെ രക്ഷാകവചമാണ് ആവശ്യമെന്ന് അമ്മ സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അങ്ങനെ 100,000-ഓളം കാറ്റാടി മരങ്ങൾ മഠത്തിന്റെ നേതൃത്വത്തിൽ കടലോരത്ത് നട്ടുപിടിപ്പിച്ചു. കുറച്ചൊക്കെ കടലെടുത്തെങ്കിലും ഇന്ന് ആ കൂറ്റൻ കാറ്റാടി മരങ്ങൾ കടലോര നാടിന് സംരക്ഷിത കവചം തീർത്ത കിലോമീറ്ററുകളോളം നീളത്തിൽ നിരന്നു നിൽക്കുന്നതും കാണാം. പ്രതിവാളത്തുകളോടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ മണ്ഡല തീർത്ഥാടന കാലം പോലെ തന്നെ മകരവിളക്ക് തീർത്ഥാടനവും സുഗമമായി നടത്താൻ മുന്നൊരുക്കങ്ങൾ നടത്തിയെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനം പരാതിരഹിതമായിരുന്നു. തുടർന്ന് മകരവിളക്ക് തീർത്ഥാടനവും കുറ്റമറ്റ രീതിയിൽ നടത്താനാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും തീരുമാനമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. എരുമേലി പേട്ടതുള്ളലും തിരുവാഭരണ ഘോഷയാത്രയും നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് 11-12 വിവിധ കൂട്ടപ്പേട്ടുകളിൽ നടക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മകരവിളക്കിന് സന്നിധാനത്തേക്ക് എല്ലാവരും എത്തിച്ചേരുക.
ഈ തീർത്ഥാടന കാലത്ത് തന്നെ പമ്പയിൽ വയോധികർക്ക് പ്രത്യേക സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിൽ നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ADGP S ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഭിന്നശേഷിക്കാർക്ക് ഇത് കഷ്ടകാലം. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്ക് നൽകി വന്നിരുന്ന PSC ഗ്രേസ് മാർക്ക് റദ്ദു ചെയ്ത സർക്കാർ നടപടിക്കെതിരായ ഹൈക്കോടതി ഉത്തരവിന്മേൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി വൈകുന്നു. കോടതി ഇടപെടലിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സർക്കാർ രൂപം നൽകിയ 7-അംഗ സമിതിയാകട്ടെ ഒരിക്കൽ പോലും യോഗം ചേർന്നിട്ടില്ല എന്നതാണ് വിചിത്രം. നിരവധി ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളാണ് ഗ്രേസ് മാർക്ക് തീരുമാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുന്നത്. 7 മാസം മുൻപാണ് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി ഇടപെട്ട് ഉചിത തീരുമാനമെടുത്തത്. പിന്നാലെ ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 7-അംഗ സമിതിക്ക് സർക്കാർ രൂപം നൽകുകയും ചെയ്തു. സാമൂഹ്യനീതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഈ സമിതി പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും യോഗം ചേരുക പോലും ചെയ്തിട്ടില്ല. 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു സമിതിക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പേരിന് പോലും യോഗം ചേരാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായതുമില്ല. 1973 മുതലാണ് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി തുടങ്ങിയത്. 1995 ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം കൂടി നിലവിൽ വന്നതോടെ മാറി മാറി വന്ന സർക്കാരുകൾ ഈ അനുകൂലമായ നയം തുടർന്നു. പിന്നീട് 2019 സർക്കാർ ഏകപക്ഷീയമായി ഗ്രേസ് മാർക്ക് നൽകുന്നത് പിൻവലിച്ചത്. സമൂഹത്തിന് തന്നെ ഭാരമായി തീരുന്ന ഒരു കാര്യമാണ് സാമൂഹ്യനീതി വകുപ്പ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഹൈക്കോടതി ഉത്തരവെന്ന് പറയുന്നത് ഇതിന്മേൽ 3 മാസത്തിനകം ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തത്. പക്ഷേ നാളെ ഇതുവരെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. അവർക്ക് ജോലിയില്ലാതെ പോകുന്നതുകൊണ്ടുള്ള വിഷമം എന്ന് പറയുന്നത് അവർക്ക് കേൾവി ഇല്ലാത്ത കുട്ടികൾക്ക് പറയാൻ പറ്റുന്നില്ല. ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ദിക്കിൽ പോയി പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഏറെ പ്രശ്നങ്ങളുണ്ട്. ഏറെ വിഷമിച്ചാണ് പേരൻസ് എല്ലാവരും ഇപ്പോഴും നിലനിൽക്കുന്നത്. ഐഡന്റിഫൈഡ് തസ്തികകളിൽ സംവരണം പുതിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി 4% വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് ഗ്രേസ് മാർക്ക് നിർത്തലാക്കുന്നുവെന്നായിരുന്നു സാമൂഹ്യ വകുപ്പ് ഇതിന് ന്യായീകരണവാദമായി കണ്ടെത്തിയത്. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ തസ്തികകൾ കണ്ടെത്താൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നിരിക്കെ കോടതി ഇടപെട്ടിട്ടും ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കാത്ത നടപടി ഉദ്യോഗാർത്ഥികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. തിരുവനന്തപുരത്തു നിന്നും KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച് CPM. ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങളുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായും പാർട്ടിയിലെ ഉന്നതർ NM വിജയനെ ബലിയാടാക്കിയെന്നും ആരോപണമുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് നേതാക്കൾ മുക്കിയെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും CPM ബത്തേരി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദുരൂഹത വ്യക്തമാക്കാൻ KPCCയോട് അന്വേഷണം ആവശ്യപ്പെടുമെന്നും ND അപ്പച്ചൻ പറഞ്ഞു. പണം കൈപ്പറ്റിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് IC ബാലകൃഷ്ണൻ MLAയും വ്യക്തമാക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് NM വിജയനെയും മകൻ ജിജേഷിനെയും മണിച്ചിറയിലെ വീട്ടിൽ വിഷം അകത്തു ചെന്ന് അവശനിലയിൽ കണ്ടെത്തിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് വിഷം നൽകിയ ശേഷം വിജയൻ കഴിക്കുകയായിരുന്നുവെന്നാണ് സൂചന. വിഷയത്തിൽ ദുരൂഹത ആരോപിച്ച് CPIM ബത്തേരി ഏരിയ കമ്മിറ്റി രംഗത്തെത്തി. ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് 13 പേരിൽ നിന്നായി കോൺഗ്രസ് നേതാക്കൾ കോടികൾ കോഴ വാങ്ങിയെന്നും NM വിജയനെ നേതാക്കൾ ബലിയാടാക്കിയെന്നും ആരോപണം. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾ മാറ്റിയതായും CPIM സംശയമുന്നയിച്ചു. കോൺഗ്രസിലെ ഉന്നതർ ആത്മഹത്യയ്ക്ക് പിന്നിലുണ്ടെന്നും ദുരൂഹത നിലനിൽക്കുന്നതിനാൽ സമഗ്ര അന്വേഷണം വേണമെന്നും CPIM ആവശ്യപ്പെട്ടു. അപ്പോൾ അതെന്താണ് കാരണമെന്ന് സംബന്ധിച്ച് പുറത്തു വരണം. അപ്പം അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച് വലിയ ദുരൂഹതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കണം. ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. കോടികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മരണത്തിന് പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ പുറത്തു വരുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് CPM നിലയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയം സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം എന്നതാണ്. അതേസമയം ബാങ്ക് നിയമന കോഴയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കൈപ്പറ്റിയ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് NM വിജയൻ KPCC പ്രസിഡന്റിന് അയച്ച കത്ത് പുറത്തുവന്നു. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ KPCC അന്വേഷിക്കണമെന്നും DCCക്ക് ഒന്നും ഒളിക്കാനില്ലെന്നും ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ND അപ്പച്ചൻ വ്യക്തമാക്കി. വിജയനും വിജയന്റെ മകനും കൂടി മരണപ്പെട്ട സാഹചര്യത്തിൽ എന്താണ് അതിനുള്ള സാഹചര്യം എന്നതിനെ സംബന്ധിച്ച് KPCC തലത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തും. അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും. അക്കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റി മുന്നോട്ട് പോകും.
അതേസമയം തന്റെ പേരിൽ നിയമനത്തിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ ഉടമ്പടി കരാർ രേഖയാണ് പുറത്തുവന്നതെന്നും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. ഇത് ഇത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. ഞാൻ എൻ്റെ പാർട്ടി KPCC പ്രസിഡന്റിന് കത്ത് നൽകും. വീണ്ടും അന്വേഷണം തുടരണം. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഈ വേട്ടയാടൽ നിർത്തിയേ പറ്റൂ. NM വിജയന്റെ ഗതികേട് മറ്റൊരാൾക്കും ഈ ഭൂമുഖത്തുണ്ടാകാൻ പാടില്ലെന്ന് നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. NM വിജയന്റെയും മകന്റെയും മൃതദേഹം DCC ഓഫീസിലും ബത്തേരി ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിയമന കോഴയിൽ ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ MLA രാജി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച സുൽത്താൻ ബത്തേരിയിലെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് CPIM വ്യക്തമാക്കി. മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് NM വിജയന്റെ കുടുംബവും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, വയനാട്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തൃശൂർ മേയർ MK വർഗീസിന് വീട്ടിലെത്തി ക്രിസ്മസ് കേക്ക് നൽകിയതിനെ വിമർശിച്ച CPI നേതാവ് VS സുനിൽകുമാറിനെ തള്ളി CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കേക്ക് നൽകിയ സംഭവത്തിൽ VS സുനിൽകുമാർ അത്തരമൊരു പ്രതികരണം നടത്തേണ്ടിയിരുന്നില്ല എന്ന് വത്സരാജ് പ്രതികരിച്ചു. സുനിൽകുമാറിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുനിൽകുമാറിന്റെ അഭിപ്രായമല്ല CPIയുടെ അഭിപ്രായം. ആഘോഷവേളകളിലെ സന്ദർശനത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല. LDF തീരുമാനങ്ങൾക്ക് അനുസൃതമായാണ് കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. അല്ല, നമ്മുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPIയുടെ അഭിപ്രായം. അതേസമയം താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന VS സുനിൽകുമാറും പ്രതികരിച്ചു. സുരേന്ദ്രൻ തന്റെ വീട് സന്ദർശിച്ചതും താൻ സുരേന്ദ്രന്റെ വീട് സന്ദർശിച്ചതും സൗഹൃദത്തിന്റെ പേരിലാണ്. എന്നാൽ സുരേന്ദ്രൻ മേയറുടെ വീട്ടിൽ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. ഏതായാലും അത് ഇന്നലെ പറഞ്ഞ കാര്യം പറഞ്ഞു തന്നെയാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. BJP സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനും ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറും ബിഷപ്പ് മാർ ആൻഡ്രൂസിനെയും മേയർ MK വർഗീസിനെയും സന്ദർശിച്ച കേക്ക് നൽകുകയായിരുന്നു. ഇതിനെതിരെയാണ് സുനിൽകുമാർ വിമർശനം ഉന്നയിച്ചത്. സുനിൽകുമാറിന്റെ പ്രസ്താവനയിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി രൂക്ഷമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പൊരുതുന്നു. വെളിച്ചക്കുറവിനെ തുടർന്ന് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺസ് എന്ന നിലയിലാണ്. നിതീഷ് കുമാർ റെഡ്ഡി ടെസ്റ്റിൽ ആദ്യ സെഞ്ചുറി നേടി. 105 റൺസുമായി നിതീഷ് കുമാർ റെഡ്ഡിയും 2 റൺസുമായി മുഹമ്മദ് സിറാജുമാണ് ക്രീസിൽ. ഓസ്ട്രേലിയക്കെതിരെ 8ാം നമ്പറിൽ ഇറങ്ങി ഇന്ത്യക്കാരൻ നേടുന്ന ഉയർന്ന സ്കോറാണ് ഇത്. ഫോളോ ഓൺ ഒഴിവാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഇന്ത്യ. ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 474 റൺസ് നേടിയിരുന്നു. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.